കോഴിക്കോട് പേരാമ്പ്രയിൽ വിജയിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹലിയ 24നോട് ഇടതു വോട്ടുകൾ ഉൾപ്പെടെ തനിക്ക് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിനും മതത്തിനും അപ്പുറം തനിക്ക് പിന്തുണ ലഭിച്ചുവെന്നും ഫാത്തിമ തഹലിയ പറഞ്ഞു. പേരാമ്പ്രയിൽ നല്ല വാശിയേറിയ പോരാട്ടത്തിന് ശേഷം ഇന്നിപ്പോൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഫാത്തിമ തഹലിയ. ഇപ്പോൾ നല്ല മത്സരമൊക്കെ കഴിഞ്ഞ ശേഷം തങ്ങളുമായിട്ട് മത്സര ചിത്രം ഒക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയാണോ വന്നത്? എന്തായിരുന്നു ഇന്നത്തെ സന്ദർശനത്തിൻ്റെ ഒരു? അല്ല, ഞാൻ എൻ്റെ നേതാക്കന്മാരെ കാണാൻ വന്നതാണ്. ഞാൻ ഇവിടെ വരാറുള്ളത് എല്ലാവർക്കും അവരവരുടെ നേതാക്കന്മാരെ കാണാനും അവരുടെയൊക്കെ പ്രാർത്ഥനകളും അവരുടെയൊക്കെ അനുഗ്രഹവും ആശീർവാദവും കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാധാരണ വരുന്നത് പോലെ വന്നതാണ്. ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കിയ ഒരു പോരാട്ടമാണ് പേരാമ്പ്രയിൽ നടന്നത്. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായി. ഈ സമയത്തൊക്കെ എന്തായിരുന്നു തഹലിയ മനസ്സിൽ കരുതിയിരുന്നത്? അതായത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗ്രൗണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് പേരാമ്പ്രയുടെ പുറത്തുള്ള ചർച്ചകളോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളിലേക്കോ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. തീർത്തും അകത്തു നിന്ന് വോട്ടർമാരെ കാണുക, സംസാരിക്കുക, എൻ്റെ ഉത്തരവാദിത്വം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തി. ഇടതുമുന്നണിയുടെ ഒരു വിലയിരുത്തലിൽ പേരാമ്പ്ര അവർക്ക് കിട്ടും എന്നുള്ളതാണ് അവരുടെ. നാദാപുരം ഒരുപക്ഷെ നഷ്ടമാകും, പക്ഷെ പേരാമ്പ്ര കിട്ടും എന്നാണ് അവർ വിലയിരുത്തിയിട്ടുള്ളത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ ലാൻഡ് ചെയ്തപ്പോൾ മുതലുള്ള എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് അവിടെ വോട്ടർമാരുടെ കോൺഫിഡൻസ് ആണ്. അത് തീർച്ചയായിട്ടും ഈ നിമിഷവും ഞാൻ പുലർത്തുന്നുണ്ട്. അവിടെ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ ഒരു മാറ്റം വേണം എന്നുള്ളത് വോട്ടർമാരുടെ ആഗ്രഹമാണ്. അതിനനുസരിച്ച് അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും റിസൾട്ട് വരുമ്പം അത് വിസിബിൾ ആവും. അവിടുത്തെ ഇടത് അനുഭവമുള്ള ആളുകൾ അടക്കം തഹലിയയ്ക്ക് വോട്ട് ചെയ്തു എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു വേവ് അവിടെ പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുണ്ട്? ഞാൻ പല വേദികളിലും സംസാരിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇവർ പറയുന്ന പോലെ ഒരു കമ്മ്യൂണൽ ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം തീർച്ചയായിട്ടും LDF ക്യാമ്പിൽ നിന്നുണ്ടായെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് എനിക്ക് വോട്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആളുകൾ സ്വീകരിക്കുകയും പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിജയം ഉറപ്പാണ്, 100% പക്ക. അപ്പോൾ പേരാമ്പ്രയിലെ അതിശക്തമായിട്ടുള്ള പോരാട്ടമൊക്കെ കഴിഞ്ഞ ശേഷം പാണക്കാട് എത്തിയിരിക്കുകയാണ്. സാദിഖലി ശിഹാബ് തങ്ങളെ കാണാൻ വേണ്ടി എത്തിയതാണ് ഫാത്തിമ തഹലിയ. പേരാമ്പ്രയിൽ വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് അവർ വിശദീകരിക്കുന്നത്. മുഹമ്മദ് അർഷാഖിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.